പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ അമ്മയും രണ്ട് മക്കളും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ തുടരുന്നു. കാലപ്പഴക്കം സംഭവിച്ച കാറിൽ ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതായിരിക്കാം തീപിടിക്കാൻ കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. കുടുംബത്തിന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു. 55 ദിവസങ്ങൾക്ക് മുമ്പാണ് എൽസി മാർട്ടിന്റെ ഭർത്താവ് മരിക്കുന്നത്. ഇതിനിടയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയ എൽസി ചികിത്സയിലായിരുന്നു. പാലക്കാട് കണ്ണാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സാണ് എൽസി. പ്രതിസന്ധികളെ മറികടന്ന് ജോലിക്ക് പോയി തുടങ്ങിയ വെള്ളിയാഴ്ച വൈകിട്ടാണ് ദാരുണമായ അപകടമുണ്ടായത്. ജോലി കഴിഞ്ഞ് കുട്ടികൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ പുറത്തുപോകാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം. ഞങ്ങൾ അവിടെ നിന്ന് വെക്കുമ്പോൾ തീ കത്തുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓടി വരുമ്പോൾ ഇവിടെ കാറിൻ്റെ ഫ്രണ്ടിൽ ചേച്ചി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ചേച്ചിനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. നോക്കുമ്പോൾ തീ മൊത്തം കത്തുന്നുണ്ട്. ബാക്കിൽ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊന്നും കുഴപ്പമില്ലാന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചേച്ചിനെ ഫസ്റ്റ് രക്ഷപ്പെടുത്തിയത്. അപകടത്തിൽ പരിക്കേറ്റ അമ്മയുടെയും മക്കളുടെയും നില ഗുരുതരമായി തുടരുകയാണ്. എൽസിക്കും 6 വയസ്സുകാരൻ മകൻ ആൽഫ്രഡിനും 4 വയസ്സുകാരി മകൾ എമിലിനുമാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. മൂത്ത മകൾ അലീന അപകടനില തരണം ചെയ്തു. ഇന്നലെ രാത്രി തന്നെ എൽസിയെയും 3 മക്കളെയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. 4 പേരും ICUവിൽ ചികിത്സയിലാണ്. കുടുംബത്തിന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു. തീപ്പൊള്ളലൊക്കെ ഏറ്റുള്ളൊരു പാടൊന്നുമില്ലാതെ കഴിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് നമുക്ക് ചെലവ്, ആശുപത്രിയുടെ ചെലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കും. തീർച്ചയായിട്ടും അത് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാലപ്പഴക്കം സംഭവിച്ച കാറിൽ ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതായിരിക്കാം തീ പിടിക്കാൻ കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. കാറിന് തീപിടിച്ച സമയത്ത് ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന എൽസി തന്നെയാണ് കുട്ടികളെ കാറിൽ നിന്ന് പുറത്തെടുത്തത്. നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ ആ കുട്ടികളാകെ ഒരു അലർച്ചയുള്ള ഒരു ഘട്ടത്തിലാണ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത്. ആ ചേച്ചിയാണെങ്കിൽ ഈ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അമ്മയ്ക്ക് മാത്രമാണ് പരിക്കുണ്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്നത്. അതിനുശേഷം ആംബുലൻസ് വന്ന ശേഷം കൂടി വരുമ്പോഴാണ് കുട്ടികൾക്കും അത്തരത്തിലുള്ള പൊള്ളലേറ്റിട്ടുണ്ട് നമ്മൾ കണ്ടത്. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, പാലക്കാട്.